ഇന്ത്യ എന്ന് പറയുന്ന ജനാധിപത്യ രാജ്യത്ത് ഇന്ത്യൻ ഭരണഘടനയോട് കൂറും വിശ്വസ്തതയും പുലർത്തിക്കൊള്ളാമെന്ന് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ള ആളാണ്. ഇന്ത്യൻ ഭരണഘടന അഭിപ്രായ സ്വാതന്ത്ര്യം അനുവദിക്കുന്നുണ്ട്, മാധ്യമ സ്വാതന്ത്ര്യം അനുവദിക്കുന്നുണ്ട്. അതിനെ അങ്ങ് മാനിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടന അഭിപ്രായ സ്വാതന്ത്ര്യം അനുവദിക്കുന്നുണ്ട്, മാധ്യമ സ്വാതന്ത്ര്യം അനുവദിക്കുന്നുണ്ട്. അതിനെ അങ്ങ് മാനിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഒരിക്കലുമില്ല. ജനങ്ങളെ ഞാൻ മാനിക്കും. ആ ജനങ്ങളെ വഴിതെറ്റിക്കുന്ന തരത്തിൽ മാധ്യമ പ്രവർത്തനം പോയാൽ അതിനെ ഞാൻ ഹനിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷെ അതിനോടൊപ്പം എനിക്ക് സഞ്ചരിക്കാൻ സാധിക്കും. വഴി തടസ്സപ്പെടുത്തുന്നു എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു. മുമ്പ് ഞാൻ ശ്രീ സുരേഷ് ഗോപി പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഡൽഹിയിൽ ഞാൻ കേട്ടിട്ടുണ്ട്, മാധ്യമങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്നെ പ്രകോപിപ്പിക്കരുത്. എന്തിനാണ് ഇത്ര പെട്ടെന്ന് പ്രകോപിതനാവുന്നത്? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ലല്ലോ നിഷേധത്തിൽ. ഉണ്ട്, എന്റെ അടുത്തല്ല, ക്യാമറകളുടെ മുന്നിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യവും പറഞ്ഞിട്ടില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അതായത് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് എപ്പോഴും ഉത്തരം പറഞ്ഞുകൊള്ളണം എന്നുള്ള ബാധ്യത ഇല്ല. ഇല്ലില്ല, നിങ്ങൾ ചോദിക്കുന്നതിന് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നടക്കുന്ന വിഷയത്തെ സംബന്ധിച്ച് ഞാൻ 3 പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞതല്ലേ. പിന്നെ എന്തിനാണ് അതിട്ട് ബീറ്റിംഗ് അബൌട്ട് ദ ബുഷ് എന്തിനാണ്? അപ്പൊ നിങ്ങൾക്ക് ഒരു ഇന്റൻഷൻ ഉണ്ട്. I cannot belong to your plan. മുതലും പലിശ ചേർത്ത് കിട്ടി. ഇപ്പോ അമ്മ എന്ന് പറയുന്ന സംഘടനയിൽ നിന്ന് താങ്കൾ ഏറെക്കാലം വിട്ടു നിന്നിരുന്നു. അതിനുശേഷം ഇപ്പൊ പെട്ടെന്ന് അമ്മയോടൊരു സഹാനുഭൂതി, സഹപ്രവർത്തകരുടെ സഹാനുഭൂതി എന്ന നിലയിലേക്ക് വന്നു. This is deceiving. നീ എന്തിനാടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഒരു സുഖം, ഒരു നമുക്ക് ആരെയും കളിപ്പിക്കാൻ വേണ്ടല്ല. എന്തോ ഇവിടുന്ന് കരിച്ചിങ്ങനെ വരും. എവിടെയാണ് സഹാനുഭൂതി എന്ന് പറയുന്നത്? അത് നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, which is wrong, which is definitely not your right. ജനങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ പോലീസ് ചോദിക്കും, കോടതി ചോദിക്കും. കോടതിയുടേതാണ് ജനങ്ങൾക്ക് ആവശ്യമുള്ള നിർണയം. പത്രപ്രവർത്തകർക്ക് കോടതിയാവാനൊക്കത്തില്ല, ജഡ്ജാവാനൊക്കത്തില്ല, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസേഴ്സ് ആവാനൊക്കില്ല. പഠിച്ചു നോക്കും. ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. ഇതൊക്കെ എന്ത്? എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.